പടയപ്പ ഉൾപ്പെടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനകളെ തുരത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഡീൻ കുര്യാക്കോസിന്റെ നിരാഹാര സമരം രണ്ടാം ദിവസവും തുടരുകയാണ്. തന്റെ മൗലിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് സമരമെന്ന് ഡീൻ കുര്യാക്കോസ് MP പ്രതികരിച്ചു. പോയ കോടാലിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ ആ ഒരു രീതിയിൽ മാത്രമേ ഞാൻ കാണുന്നു. ഇവരുടെ ഗവൺമെൻ്റ് അല്ലേ ഭരിക്കുന്നത്. ആ ഉത്തരവാദിത്തം പാലിക്കാൻ ഉള്ള ആ ഒരു ബാധ്യത എന്തേ CV വർഗീസ് പാലിക്കാത്തത്? സമരം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് വിമർശിച്ചത്. ഇതിനിടെ വീണ്ടും മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാന കൂട്ടം ഇറങ്ങി. രാഹുൽ തുടരുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ ഈ വിഷയം ഏത് തരത്തിലേക്ക് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. CPIMന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇന്നലെ ചില തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ അത് തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയാകരുത് എന്ന തരത്തിലേക്ക് കൂടി മുന്നണികൾ ഇതിനെ കാണുന്നുണ്ടോ, പ്രത്യേകിച്ച് LDF? അനുജ, ഈ സർവകക്ഷി യോഗ തീരുമാനം അംഗീകരിച്ചതിന് ശേഷം വീണ്ടും ഡീൻ കുര്യാക്കോസ് MP ഇന്നലെ ഉച്ചയ്ക്ക് ഈ നിരാഹാര സമരം തുടങ്ങിയത് ഇരട്ടത്താപ്പ് എന്നാണ് CPIMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞത്. കാരണം എല്ലാ കാര്യങ്ങളും ഈ സർവകക്ഷി യോഗത്തിലിരുന്ന് ഡീൻ കുര്യാക്കോസ് MPയും സമ്മതിച്ചതാണ്. ഇവിടുത്തെ കാട്ടാന ആക്രമണം അല്ലെങ്കിൽ വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് കിട്ടിയതാണ്. എന്നിട്ടും പിന്നെ എന്തിനാണ് ഇത്തരമൊരു നിരാഹാര സമരം എന്നാണ് ചോദിക്കുന്നത്. മാത്രമല്ല, ഈ പടയപ്പ ഉൾപ്പെടെയുള്ള അക്രമകാരികളായ ആനകളെ പിടിച്ചു മാറ്റണം എന്നുള്ളതാണ് ഡീൻ കുര്യാക്കോസ് MP പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. ഇതേ ആവശ്യം ഈ അരിക്കൊമ്പനെ പിടിക്കുന്ന സമയത്ത് CPIMന്റെ ജില്ലാ നേതൃത്വവും ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അന്ന് ഡീൻ കുര്യാക്കോസിന്റെ നിലപാട് ഇങ്ങനെ ആയിരുന്നില്ല. അതായത് പടയപ്പയെ പിടിച്ചു മാറ്റേണ്ട, പടയപ്പ ഒരു അക്രമ സ്വഭാവമുള്ള ആനയല്ല എന്നുള്ള നിലപാട് ഡീൻ കുര്യാക്കോസ് എടുത്തു എന്നുള്ളതും ഈ CV വർഗീസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ ഡീൻ കുര്യാക്കോസ് തയ്യാറായിട്ടില്ല. CPIMന്റെ ജില്ലാ സെക്രട്ടറി പോയ കോടാലിയാണ് എന്നുള്ളതാണ് ഡീൻ കുര്യാക്കോസ് തിരിച്ചടിച്ചത്. എന്തായാലും ഈ പ്രശ്നത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ, അതായത് ഈ പടയപ്പ ഉൾപ്പെടെയുള്ള അക്രമകാരികളായ ആനകളെ പിടിച്ചു മാറ്റാൻ സർക്കാർ ഉത്തരവിടുന്നതുവരെ ഈ നിരാഹാര സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇതിൽ ഏറ്റവും അനുകൂല ഘടകമായി ഈ ഡീൻ കുര്യാക്കോസിന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഈ ഇടുക്കി രൂപത വൈദിക സമിതിയുടെ ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ അതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അത് ദുഃഖകരമാണ്. അതിൽ അധികാരികൾ കാണിക്കുന്ന നിസ്സംഗത ഭയപ്പെടുത്തുന്നു. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മൗനം പാലിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പൊതുസമൂഹത്തിന് അപമാനമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രമേയത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അത് തീർച്ചയായിട്ടും ഡീൻ കുര്യാക്കോസിന് അനുകൂലമായി വരുന്ന ഒരു നിലപാടാണ്. മാത്രമല്ല, LDFനെ സംബന്ധിച്ചിടത്തോളം അതൊരു വെട്ടിലാക്കുകയും ചെയ്യും. കാരണം കഴിഞ്ഞ ദിവസവും കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്ക് CPM എത്തിയിട്ടില്ല എന്നുള്ളത് ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ എടുത്തു കാണിക്കുകയും ചെയ്യും. അതാണ്, മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നിപ്പോൾ പടയപ്പ കൂടുതൽ പ്രകോപിതനാകുന്നു. കൂടാതെ കാട്ടാന കൂട്ടം ഇറങ്ങുന്നു. ഈ ഘട്ടത്തിലാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയം കൂടിയായി മാറുന്നത്. ഡീൻ കുര്യാക്കോസിന്റെ നിരാഹാര സമരം തുടരുകയുമാണ് രണ്ടാം ദിവസം.